ഇന്ന് കാണിക്കുന്നത് പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ്. പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസാണ്. എല്ലാം തന്നെ റീസ്റ്റോക്ക് ആയിട്ടാണ്. നമുക്ക് ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീണ്ടും ആ ഐറ്റംസൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ്. പക്ഷേ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ഇതിൽ ഒട്ടുമിക്ക പാറ്റേണിലും ഷിഫോൺ ദുപ്പട്ട മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കോട്ടൺ ദുപ്പട്ട അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ലോൺ ദുപ്പട്ട അവൈലബിൾ ആണ്. ഓരോന്നോരോന്നായിട്ടൊന്ന് കാണിക്കാം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഷിഫോൺ ആണെങ്കിൽ പോലും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുള്ള പീസാണ്. ഇതിൻ്റെ ഇപ്രാവശ്യം ലോൺ ദുപ്പട്ട ഉണ്ട്, ഷിഫോൺ ദുപ്പട്ട ഉണ്ട്. പ്യുവർ കോട്ടൺ അല്ല ദുപ്പട്ട വരിക, മിക്സഡ് കോട്ടൺ ആണ്. അപ്പോൾ അതെല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ സെറ്റ് വാങ്ങിക്കാൻ. നമ്മളെ ജയ്പൂർ കോട്ടൺ പോലത്തെ ആ ഒരു മെറ്റീരിയൽ അല്ല ദുപ്പട്ടക്ക് വരിക, മിക്സഡ് കോട്ടനാണ് വരിക. ഇതാണ് ഫ്രണ്ട് പോർഷൻ. നല്ല അടിപൊളി ഒരു സെറ്റാണ്. ഫ്ലോറൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സെറ്റാണ്. ഇതേപോലെ തന്നെയാണ് നേരിട്ട് കാണാനും. ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ്, നരച്ച ബ്ലാക്കൊന്നുമല്ല. ബോട്ടം വരുന്നത് പ്ലെയിനാണ്. 47.5 ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക. ദുപ്പട്ട വരിക 2.25 മീറ്റർ. ഇത് ബാക്ക് സൈഡാണ്. ആ ബ്ലാക്കിൽ പിങ്ക് ഫ്ലവേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഫ്ലോറൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സെറ്റാണ്. ദുപ്പട്ട ആണെങ്കിലും അത് പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ സ്ലീവിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ള ആ പ്രിൻ്റാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ലോൺ ദുപ്പട്ട. രണ്ടേകാൽ മീറ്റർ വരും ദുപ്പട്ടയുടെ ലെങ്ത്ത്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോഴും ചിലവർ കമൻറ്റിൽ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത്. സ്ക്രീനിൽ താഴെ കൊടുത്തിട്ടുള്ളത് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. എന്നിട്ട് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. അങ്ങനെ റിപ്ലൈ തരാൻ ലേറ്റ് ആക്കാറില്ല. അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ഇട്ടാൽ മിക്കവാറും അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. കേരളത്തിനുള്ളിൽ 3 to 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. കേരളത്തിന് പുറത്താണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച സമയമെടുക്കും. ചിലയിടങ്ങളിൽ 3 days കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പ്രൈസും എല്ലാത്തിൻ്റെയും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും. DTDC വേണ്ടവർ അങ്ങനെ പറഞ്ഞാലും മതി, അങ്ങനെ കൊറിയർ ചെയ്യും. പക്ഷേ DTDC ആകുമ്പോൾ കുറച്ചുകൂടെ ചാർജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പോസ്റ്റാണ് ചെയ്യാറ്. പിന്നെ അത് നിങ്ങൾക്ക് പോയി വാങ്ങിക്കേണ്ടി വരും. ഇതാകുമ്പോൾ വീട്ടിൽ കൊണ്ടുതരുമല്ലോ, പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. ഇതും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ലോൺ ദുപ്പട്ട കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലോണും ഷിഫോണും കൊണ്ടുവന്നിരുന്നു. എല്ലാം തന്നെ സോൾഡ് ഔട്ടായിട്ട് ഞാൻ വീണ്ടും പ്രീ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ വീണ്ടും ഇതായതുകൊണ്ട് കുറച്ചും കൂടി പീസസ് കൊണ്ടുവന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. റണ്ണിങ് മെറ്റീരിയൽ പോലെ ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ ഫ്രണ്ടും ബാക്കും സ്ലീവും ഒക്കെ ഒരേ പ്രിൻ്റ്, ഒരു മാറ്റവും ഇല്ല. ഇത് ദുപ്പട്ട, ഇത് ലോൺ ദുപ്പട്ട. ഇതിലെ പാച്ചസ് കുറച്ചൊരു വീതിയുള്ള ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. ബോട്ടത്തിൽ പ്രിൻറ്റും വരുന്നുണ്ട്. ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ ഒരുപാട് പീസ് പോയതാണ്. നേവി ബ്ലൂ, ഇതിൻ്റെ ഒരു വൈൻ കളറും കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ എൻക്വയറി നേവി ബ്ലൂവിനാണ്. അത് ഇപ്രാവശ്യം ഞാൻ ഇത് കൊണ്ടുവന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ. താഴേക്ക് ഇങ്ങനെ ഒരു പ്രിൻറ്റും ബോർഡറൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു പ്രാവശ്യം എന്നല്ല കേട്ടോ, ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നേവി ബ്ലൂ വൈൻ കളർ ഒറ്റ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പീസേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് സോൾഡ് ഔട്ടായി, പിന്നെ അതിപ്പോൾ അവൈലബിൾ അല്ല. ഈ നേവി ബ്ലൂ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കളറാണ്. ഇത് ബാക്ക് പോർഷൻ. ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ പ്രിൻ്റ് തന്നെ. സ്ലീവിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പ്രിൻ്റ്. ഇതിൻ്റെ പാച്ച് യോക്കിലേക്കും വരുന്നുണ്ട്, സ്ലീവിലേക്കും വരുന്നുണ്ട്. ഇത് ലോൺ ദുപ്പട്ട. ഇതിൻ്റെ തന്നെ ഷിഫോൺ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ഷിഫോൺ അവൈലബിൾ ആണ്. അതേപോലെ ലോൺ ദുപ്പട്ട അവൈലബിൾ ആണ്. കൂടുതൽ എല്ലാവർക്കും വേണ്ടത് ലോൺ തന്നെയാണ്.
ഷിഫോൺ വളരെ അപൂർവമാണ് ഷിഫോൺ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷിഫോൺ ദുപ്പട്ട ഞാൻ അധികം സ്റ്റോക്ക് വെക്കാറില്ല. എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഒരുപാട് പീസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പോൾ പിന്നെ മെസ്സേജ് ചെയ്യുന്നവർ ചോദിക്കും, ഇപ്പോൾ 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, 3 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, ഇത്ര പെട്ടെന്ന് പോയോ, അപ്പോൾ ഇത്ര കുറച്ച് പീസാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്. കുറച്ച് പീസസ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇതൊക്കെ ആയതുകൊണ്ട്. എന്നാൽ പോലും ഈ ഒരു പാറ്റേണൊക്കെ പെട്ടെന്ന് വീഡിയോ ഇട്ടിട്ട് 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുള്ള് സോൾഡ് ഔട്ടായി പോകും. അപ്പോൾ വേണ്ടവർ കണ്ടാൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് പോവാതെ അപ്പം തന്നെ റിപ്ലൈ തരിക വേണം, കൺഫേം ആണ്. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ഇടാൻ ഇത്തിരി വൈകുകയാണെങ്കിലും കൺഫർമേഷൻ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചോളാം. ഇത് നമ്മൾ ഇതിൻ്റെ 2 കളർ മുന്നേ കൊണ്ടുവന്നത്. ഇത് കുറച്ച് മുന്നെയാണ് കൊണ്ടുവന്നത്. ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. മുന്നത്തെ വീഡിയോകളിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. അന്നൊക്കെ അത് ഒരു വീഡിയോ ഒന്നല്ല, 2-3 വീഡിയോ ഞാൻ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോയിൽ. ഫുള്ള് സോൾഡ് ഔട്ട് ആയിട്ടുള്ള പീസാണ്. ഇതിൻ്റെ പിന്നെ കൊണ്ടുവന്നത് ഒരു ലാവൻഡർ ഷെയ്ഡായിരുന്നു. പക്ഷേ ഈ കളറിനാണ് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ ഇപ്രാവശ്യം ലാവൻഡർ കൊണ്ടുവരാഞ്ഞത്. ലാവൻഡർ അന്നും ഞാൻ കുറച്ച് പീസേ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷേ അതൊക്കെ സോൾഡ് ഔട്ടായി. ഇത് ഷിഫോൺ ദുപ്പട്ടയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ ലോൺ ദുപ്പട്ടയുണ്ട്. ഇതേ പ്രിൻ്റ് തന്നെ, ഇതേ ഷെയ്ഡിൽ, ഇതേ പ്രിൻറ്റിൽ, മെറ്റീരിയൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇത് അതേപോലെ മുന്നേ കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി വന്നൊരു പീസാണ്. മുന്നേ നമ്മൾ ഷിഫോൺ ദുപ്പട്ട മാത്രമായിരുന്നു കൊണ്ടുവന്നത്. പ്രാവശ്യം രണ്ടും ഉണ്ട്, ഷിഫോണും ഉണ്ട്, ലോണും ഉണ്ട്. ഫ്രണ്ട് പോർഷൻ ഈ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നാൽ കുറച്ചൊരു കളർഫുള്ളാണ് താനും. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റല്ലേ. വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ചയുടെ മുന്നേ ഒക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്ഥിരം കാണുന്നവർക്ക് അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ വൈകിട്ടാവുമ്പോൾ ഞാനും തിരക്കിലായി പോവും, എല്ലാവരും നോമ്പിൻ്റെ തിരക്കിലായി പോകില്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് വൈകുന്നേരത്തേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ഉച്ചയുടെ മുന്നൊക്കെ കുറച്ച് നേരമൊക്കെ ഫോണൊക്കെ നോക്കിയിരിക്കൂലേ. അപ്പോൾ ആ ഒരു ടൈമിലാവുമ്പോൾ എല്ലാവർക്കും കാണാനും സൗകര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉച്ചയുടെ മുന്നൊക്കെ ആയിട്ട് വീഡിയോ ഇന്നലെയൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ പാച്ചസും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ക്രോഷ്യോ ലേസൊക്കെ പോലത്തെ വീതിയുള്ള പാച്ചസും ഉണ്ട്. അത് താഴേക്ക് കൊടുക്കാനാണ് ടോപ്പിൻ്റെ. സ്ലീവിലേക്കുള്ളത് അത്ര വീതിയില്ല. ഇത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ 3 കളറാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഗ്രേ കൊണ്ടുവന്നിരുന്നു, അതും നല്ല റെസ്പോൺസുള്ള ഒരു ഐറ്റം. പക്ഷേ ഇപ്രാവശ്യം അത് കിട്ടിയില്ല. ഇനി ഇതൊക്കെ ആകുമ്പോഴേക്ക് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ഇതും അതേപോലെ ഒരുപാട് എൻക്വയറി ഉള്ളൊരു പീസായിരുന്നു. പക്ഷേ ഇത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് പീസേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 1-2 പീസേ അന്ന് കൊണ്ടുവന്നിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു റെയർ കളറല്ലേ ഇത്, നല്ലൊരു കളർ കോമ്പിനേഷൻ. മെഹന്തി ഗ്രീനും യെല്ലോയും, ഒരു മാംഗോ യെല്ലോ എന്ന് പറയുന്ന ഒരു കളറാണ്. എല്ലാം ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാം തന്നെ നല്ല റെയർ പ്രിൻറ്റും കളേഴ്സൊക്കെയാണ്. ഇത് ലോൺ ദുപ്പട്ടയാണ്. 2.25 മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക. ഇത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒട്ടുമിക്ക വീഡിയോയിലും പറയുന്നത്. ദുപ്പട്ട വരിക പ്യുർ കോട്ടൺ അല്ല, മിക്സഡ് കോട്ടൺ ആണ്. ലെങ്ത്ത് വരിക 2.25 മീറ്ററാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക 47 ഇഞ്ചാണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ ചിലതിൽ താഴേക്ക് ലേസ് ഉണ്ടാവും. ഇല്ലാത്തതിൽ നിങ്ങളൊരു 3 ഇഞ്ചിൻ്റെ ലേസൊക്കെ വാങ്ങിയിട്ട് താഴേക്ക് കൊടുത്താലും മതി. ഇതിലെന്തായാലും ഓൾറെഡി എല്ലായിടത്തും പാച്ചസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ താഴേക്ക് അങ്ങനെ ലേസ് കൊടുത്താൽ ബോറാവില്ല, നല്ല രസം ഉണ്ടാവും കാണാൻ. അതേപോലെ തന്നെ ഈ ഒരു പീസും കുറച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്. പക്ഷേ ഒരുപാട് എൻക്വയറി ആയിരുന്നു ഇതിന്. നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും കോട്ടൺ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് എനിക്ക് തോന്നി. ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന കളറ്. ഇതിനും പ്രത്യേകിച്ച് ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ളായിട്ട് ഒരേ പ്രിൻറ്റ്, സ്ലീവിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ പ്രിൻ്റ് തന്നെ.
പ്ലെയിനാണ് ബോട്ടം വരുന്നത്. ആ പിങ്കിൽ പ്ലെയിൻ ബോട്ടം. പാച്ചസും കുറച്ച് വീതിയുള്ള പാച്ചസാണ് വന്നിട്ടുള്ളത്. അതായത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ചിലവർക്ക് അങ്ങനെയാണ് ഇഷ്ടം. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട വരുന്ന സെറ്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ഓരോരുത്തർ. അതേപോലെ ബോട്ടത്തിൽ പ്രിൻ്റ് വരുന്നതുണ്ടോയെന്ന് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ എല്ലാം ഒന്നും അങ്ങനെ വരില്ല. കൂടുതലും ബോട്ടം പ്ലെയിനാണ് വരിക. ചിലതിൽ ഇപ്പം ഇന്ന് കാണിച്ച ഒരു സെറ്റിൽ ആ ഫ്ലോറലിൽ ബോട്ടം പ്രിൻ്റഡ് ആണ്. ഇതൊരു സീബ്ര പ്രിൻറ്റിലൊക്കെ വന്നിട്ടുള്ള സെറ്റ്. ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഇതും നല്ല രസമല്ലേ കാണാൻ? കുറച്ചൊരു വ്യത്യാസമുള്ള പ്രിൻ്റല്ലേ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ഇതിൽ താഴേക്ക് ബോർഡറൊന്നുമില്ല. സ്ലീവിൻ്റെ പോർഷനിലും വേറെ പ്രിൻ്റൊന്നുമില്ല, സെയിം പ്രിൻ്റ് തന്നെ. അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷനിലേക്ക്. അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പ്ലെയിനാണ് ബോട്ടം വരുന്നത് ബ്ലാക്കിൽ. ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ പ്രിൻ്റ്. ഇത് ദുപ്പട്ട. ഇതിൻ്റെ ലോൺ ദുപ്പട്ടയാണ്. പക്ഷേ കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ള ദുപ്പട്ട. അത്ര കട്ടിയില്ല. ഷിഫോൺ അല്ല മെറ്റീരിയൽ. ദുപ്പട്ട ലോൺ തന്നെയാണ്, പക്ഷേ കുറേ കൂടി തിന്നാണ്. അത് സ്ലീവിലേക്ക് രണ്ട് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള പാച്ച് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക് യു.